നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്, പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ. അദ്ദേഹം ഒരുപാട് ഷോകളിലൊക്കെ വന്നിരുന്നു, ഒരുപാട് മുകുളങ്ങളെ വാർത്തെടുക്കാനുള്ള ജഡ്ജൊക്കെ ആയിട്ട് ജഡ്ജിങ് പാനലിലൊക്കെ വന്നിരുന്നു. അതിമനോഹരമായ പെർഫോമൻസ് കാണിക്കുകയും അതിമനോഹരമായ അഭിപ്രായങ്ങൾ പറയുകയും നല്ല രീതിയിലുള്ള ഒരു രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ഒരു കോൺസേർട്ടല്ല, ഇതിന് മുമ്പ് കോൺസേർട്ടുകൾ നടത്തിയിട്ടുണ്ട്, എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കോൺസേർട്ടുകൾ നടത്തി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊച്ചിയിൽ ഉയരെ എന്ന് പറഞ്ഞ ഒരു കോൺസേർട്ട് നടത്തി, മ്യൂസിക് കോൺസേർട്ട് നടത്തുകയുണ്ടായി. അത് ഗംഭീര വിജയമായിരുന്നു. വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരൊക്കെ പങ്കെടുത്ത് നമ്മൾ ആ ഷോയുടെ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ അറിയാം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നത്. പക്ഷേ ആ ഷോയ്ക്ക് ശേഷം വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ആരോപണമാണ് ഷാൻ റഹ്മാനെതിരെ ആ ഷോയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ആ ഷോയുടെ ഇവന്റ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് ആരോപിച്ചിരിക്കാൻ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പരാതിയും കൊടുത്തു. അദ്ദേഹത്തിന് FIR ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. പോലീസിൽ പരാതി കൊടുക്കുകയുണ്ടായി. പ്രമുഖ ഓൺലൈൻ ചാനലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ആ ഒരു ഓൺലൈൻ ചാനലിന് ഇതിൻ്റെ ഓണറായിട്ടുള്ള നിജു രാജ് എബ്രഹാം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. 38 ലക്ഷം രൂപയോളം ഷാൻ റഹ്മാൻ തന്നെ പറ്റിച്ചെന്നുള്ള വാർത്തയാണ്. ആ ഒരു വിവരമാണ് വളരെ വേദനയോടുകൂടി ആ ഒരു ഉടമസ്ഥൻ പറഞ്ഞത്. ആ പൈസ ചോദിച്ചപ്പോൾ കൈമലർത്തി കാണിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? അതെ, അത് 1-2 ലക്ഷം രൂപയല്ല, 38 ലക്ഷം രൂപ ഒരാളെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എത്രയും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിൽ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ഇതൊന്നും ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ചെയ്തത്? ഇപ്പം ഈ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഷോസ് ചെയ്യുന്നവരാണ്, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ പല ഷോസ് ചെയ്യുന്ന പല ഇവന്റ് മാനേജ്മെന്റ് ടീമുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇതിന് മുൻപ് ചെയ്ത ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ എന്തുകൊണ്ട് നിങ്ങൾ ഇതും ഏൽപ്പിച്ചില്ല? അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായ സമയത്ത് ഈ പറയുന്ന അറോറ ഇവന്റ് മാനേജ്മെന്റ് ടീം നിങ്ങളെ സമീപിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലെത്തുന്നു. 25 ലക്ഷം രൂപയാണ് ഈ ഷാൻ റഹ്മാൻ പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ 25 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴും അതിനകത്ത് ഈ പ്രോഗ്രാമിലുള്ള ആൾക്ക് പലർക്കും റെമ്യൂണറേഷൻ കൊടുക്കണം. അവർക്ക് അതുമായിട്ട് A-Z ഈ ഒരു ഇവന്റ് തുടങ്ങി തീരുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ 25 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിർത്തണം. എന്നാൽ ഷോ അതിഗംഭീരവുമായിരിക്കണം, ഏറ്റവും കൂടുതൽ ആളുകൾ വരണം, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യണം, എല്ലാ ഫാക്ടേഴ്സ് ഇതിനകത്ത് വേണം എന്നും ഒരു നിബന്ധന വെച്ചു. അപ്പോൾ അങ്ങനെ അതിനകത്ത് ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു ധാരണയിൽ, അല്ലെങ്കിൽ അത് എസ്റ്റിമേറ്റ് ഒക്കെ നോക്കാം എന്നുള്ള ധാരണയിൽ അത് തുടങ്ങി. അവസാനം അത് തീർന്നപ്പോൾ എന്ത് തന്നെയായാലും 38 ലക്ഷം രൂപയായി. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഈ പറയുന്ന നിജു രാജ് എബ്രഹാം എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓണർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാൻ റഹ്മാൻ മാത്രമല്ല ഇതിനകത്ത് പങ്കാളിയായിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പറയുന്ന ആളെ വിശ്വാസവഞ്ചന നടത്തിയത്. അങ്ങനെ തന്നെ പറയണം, കാരണം അയാളും പറയുന്നുണ്ട് താൻ വിശ്വസിച്ചു പോയി. അവർ ഉറപ്പ് പറഞ്ഞു, ആ ഉറപ്പിൽ ഞാൻ വിശ്വസിച്ചു. കാരണം സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും വിശ്വസിക്കുമല്ലോ, കാരണം ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന പബ്ലിക്കിന്റെ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ഷോസ് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാള് തന്നെ പറ്റിക്കുമെന്ന് ഒരിക്കലും ആരും വിചാരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടില് നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു ചേഞ്ചിനനുസരിച്ച് നമ്മൾ ഓടണം എന്ന് പറയുന്ന പോലെ അവിടെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ ആരാണെങ്കിലും വിശ്വസിച്ചു പോകും. പിന്നെ ഈ പറയുന്ന ആള് തന്നെ ഒരു എഗ്രിമെന്റ് എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ എന്ന വാക്ക് കൊടുത്തപ്പോൾ ആ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് നമ്മൾ പറയുമല്ലോ. പാവം ഈ നിജു അതൊന്ന് വിശ്വസിച്ചു പോയി. പക്ഷെ അത് 8ന്റെ പണിയായി വരികയും ചെയ്തു. അത് കഴിഞ്ഞ് കാര്യത്തോടെടുത്തപ്പോൾ അല്ലെങ്കിൽ ഷോ എല്ലാം നല്ല ഗംഭീരമായിട്ട് ശാരിക പറഞ്ഞ പോലെ ബുക്ക് മൈ ഷോയിലൊക്കെ വൻ വിജയമായിട്ട് ടിക്കറ്റ് എല്ലാം സെല്ലായി. അതിന് കോമഡി എന്താന്ന് വെച്ചാൽ ഈ ബുക്ക് മൈ ഷോയിൽ നിന്ന് പൈസ തരാം അല്ലെങ്കിൽ ഇടാന്ന് വിളിച്ചു പറയുകയും ചെയ്തു അല്ലേ. അതൊന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുടെ അക്കൗണ്ടിലെ കാശൊന്നും വന്നിട്ടില്ല. അദ്ദേഹം പറയുന്ന വളരെ നമുക്ക് ഹേർട്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഷാൻ റഹ്മാൻ ഇത്രയും ലാഭം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രയും അതിലൊന്നും പരാതിയില്ല. പക്ഷേ തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം നോക്കുമ്പോൾ, ഹാപ്പിനെസ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനെയാണ് ഇതിൽ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമാണ് സമാധാനമാണ് ഇല്ലാതാവുന്നത്. ശരിക്കും അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അദ്ദേഹത്തിനും സമാധാനമായിട്ട് ജീവിക്കണം. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണി പോലെയുള്ള സൗണ്ടാണ്. പിന്നെ ആ വിശ്വാസം കൊടുത്ത ആ സൗണ്ട് അല്ലെങ്കിൽ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് പിന്നെ ഭീഷണി പോലത്തെ സൗണ്ടുകളാണ്. ഇത് പ്രൂഫായിട്ട് ഇപ്പൊ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആരും ഇത് അറിയില്ലായിരുന്നു, എല്ലാവരും ഷാനൊപ്പം നിൽക്കുകയും ചെയ്തത്. അതെ, കാരണം ആൾക്കാർ നോക്കുമ്പോൾ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ, ഷോ ഒക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, അതിന്റെ കോൺസേർട്ടൊക്കെ അതിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ മ്യൂസിക്കും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാൻ റഹ്മാൻ ഒരുവിധപ്പെട്ട നമ്മുടെ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒക്കെ അറിയാം അദ്ദേഹത്തെ. സോ അദ്ദേഹത്തോടൊരു എഗ്രിമെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനോ പൗർണമി പോലൊരു നമ്മളൊരു എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ഇവന്റ് കോർഡിനേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ നമ്മളെ അങ്ങ് പറ്റിക്കുമോ, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല.
ബിക്കോസ് അദ്ദേഹം ഒരു കോൺസെപ്റ്റ് നടത്തുന്ന ആളാണ്, അദ്ദേഹം ഇത്രയും അധികം വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആളാണ്, ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനായിട്ടുള്ള ഇവന്റ് മാനേജർ അല്ലെങ്കിൽ ഇവന്റ് ഓണർ ഒരിക്കലും ചിന്തിക്കില്ല ഇങ്ങനെ ഒരു പറഞ്ഞു പറ്റിക്കും കൈമലർത്തി കാണിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. ആ ഒരു ഷോക്ക് ഈ നിജു രാജ് അബ്രഹാമിൻ്റെ വാക്കുകളിൽ, ആ ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ആ വാക്കുകൾ നമുക്ക് നന്നായിട്ട് പ്രതിഫലിക്കും. നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കും അത് തോന്നും. കാരണം അദ്ദേഹം അത്രയും ജെനുവിനായിട്ടാണ്, എനിക്കൊന്ന് കരഞ്ഞു പോകുമെന്ന് തോന്നി പല മൊമെന്റിൽ. അത്രയും ട്രിഗറായിട്ട്, അത്രയും ഡിസപ്പോയിൻറ്റഡ് ആണ് പുള്ളി സംസാരിക്കുന്നത്. കാരണം പലവട്ടം ഈ പ്രോഗ്രാം നടത്താൻ ശ്രമിച്ചിട്ടും അത് നടത്താതെ വന്നപ്പോൾ ഈ അറോറ എന്ന് പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് സാർ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപയ്ക്ക് 25 ലക്ഷം 35 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ നടത്തിത്തരാം എന്ന് പറയുന്നു. അത് ഷാൻ സമ്മതിക്കുന്നു. അതിന് പകരം 25 ലക്ഷത്തിലേക്ക് ഒതുക്കണം നിജു എന്ന് പറയുമ്പോൾ അതും സമ്മതിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം നിജുവിൻ്റെ ഇത് ഷോ കഴിഞ്ഞതിന് ശേഷം ബുക്ക് മൈ ഷോയുടെ എല്ലാം ഇത് അറിഞ്ഞതിന് ശേഷം നിജുവിൻ്റെ ആ ഒരു എമൗണ്ടും എല്ലാം ഞങ്ങൾ തന്നോളാം എന്ന രീതിയിൽ സംസാരിക്കുന്നു. എന്നാൽ പലവട്ടം എഗ്രിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഷാൻ അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഷാനിൻ്റെ വൈഫാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷാൻ്റെ വൈഫുമായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ അവരത് ചെയ്യാൻ തയ്യാറാകുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഷാൻ്റെ വൈഫിന് വ്യക്തമായിട്ട് അറിയാം, അല്ലെങ്കിൽ ഷാനിന് വ്യക്തമായിട്ട് അറിയാം, ഒരുപാട് ഷോസ് ചെയ്യുന്ന, ഒരുപാട് സൂപ്പർ പ്രോഗ്രാംസ് ചെയ്യുന്ന, ഫ്ലോറിലിരിക്കുന്ന ആൾക്കാണ്. എന്തായാലും കുറേ ലോങ് ആയിട്ടുള്ള എപ്പിസോഡ് ചെയ്യുന്ന പ്രോഗ്രാമിന് എന്തായാലും എഗ്രിമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ ഷോയ്ക്ക് എഗ്രിമെന്റ് ഉണ്ടാവും, സിനിമകൾക്ക് എഗ്രിമെന്റ് ഉണ്ടാവും. ഇതെല്ലാം എഗ്രിമെന്റ് വൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇന്നലെ പൊട്ടിമുളച്ചൊരു ഡയറക്ടർ അല്ല, ഒരു ഷോ ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ അല്ല ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇതിന് എഗ്രിമെന്റ് വേണം. പക്ഷേ എഗ്രിമെന്റ് വന്നാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടുമെന്ന് ഒരു പക്ഷേ അദ്ദേഹം അപ്പം മുൻകൂട്ടി പറ്റിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു അദ്ദേഹം ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ മുൻപ് ചെയ്ത ഷോസ് ഒക്കെ ചെയ്ത ഇവന്റ് മാനേജ്മെന്റ് ടീം ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അവരൊക്കെ ആയിട്ട് ക്ലാഷ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്കും ഈ പറയുന്ന പോലെ പൈസ കൊടുക്കാനുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് അവർ അങ്ങനെയുള്ളവരെ കിട്ടാനാണോ പാട്? അതെ, കാരണം ഇങ്ങനെ ഒരു സംഭവം ഈ നിജുവിന്റെ ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഷാൻ വന്നിരുന്നു. ഷാൻ ഒരു വീഡിയോ ലൈവ് വരികയോ പോസ്റ്റ് ഇടുകയോ ചെയ്തു. പക്ഷെ അതിനും ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല. നിജു പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്, ഒരു അച്ചടക്കമുണ്ട്. പക്ഷെ ഷാൻ പറയുന്നത് ചുമ്മാ അങ്ങ് കടന്ന് നീ ഇങ്ങനെ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുവാണ്, പറഞ്ഞത് തന്നെ അത് ശരിക്കും പറയുന്നത് ഷാൻ റഹ്മാനാണ്. അത് നിജു രാജ് അല്ല അത് പറയുന്നത്. നമുക്ക് കേട്ടവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്, മീഡിയയ്ക്ക് അത് തോന്നി. കാരണം ഈ പറയുന്ന ഷാനാണ് പെട്ടെന്ന് അങ്ങ് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഈ അങ്ങനെ പറ്റത്തില്ല, അവൻ പറയുന്നത് വെറുതെയാണ്, അവന് ഈ പറയുന്ന വിശ്വസിക്കാൻ കൊള്ളില്ല. പിന്നെ ഒരു പട്ടിക്കും അതിൽ ഭയങ്കര അരഗൻസി ഉണ്ടായിരുന്നു, ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തതാണ്. എന്തായാലും ആ വോയിസ് ലീക്ക് ആയതോടുകൂടിയാണ് ഇത് പുറത്തു വന്നത്. ഒരു പട്ടിക്കും അറോറ എന്ന് പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അറിഞ്ഞുകൂടാ, ഒരു പട്ടിക്കും അറിയില്ല. നീ കൂടെ പറഞ്ഞിട്ടാണ് ഇവൻ ദുൽഖർ സൽമാന്റെ പേജിൽ പോലും ഞങ്ങൾ ഇത് ഷെയർ ചെയ്യുന്ന രീതിയിൽ പറയുമ്പോൾ അത് പറയാനുള്ള റൈറ്റ് ഷാനിന് ആരാണ് കൊടുത്തത്? ഷാൻ ജനിച്ചപ്പോഴേ മ്യൂസിക് ഡയറക്ടർ ആയിട്ടാണോ ജനിച്ചത്? ഷാനിനെ ഈ പട്ടികൾ തന്നെയാണ് ഷാനിനെ വളർത്തിയത് അല്ലേ? അത് മനസ്സിലാക്കണം. കാരണം ഈ ഒരു പട്ടി എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ജനങ്ങൾ എന്ന പട്ടികളെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പട്ടികൾ തന്നെയാണ് താങ്കളെ വളർത്തിയത്. താങ്കളുടെ മ്യൂസിക് ഷോസിനെയും അല്ലെങ്കിൽ താങ്കളുടെ കോൺസേർട്സിനെയും താങ്കളുടെ മ്യൂസിക്കിനെയും ഒക്കെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കുകയും ചെയ്ത ഈ താങ്കൾ വിളിച്ച പട്ടികൾ തന്നെയാണ് ഈ ചുറ്റിനുമുള്ളത്. അപ്പൊ താങ്കൾ ആരെയാണ് അവിടെ പട്ടികൾ എന്ന് ഉദ്ദേശിച്ചത്? എന്തായാലും നിജു രാജിനെ പട്ടികളെന്ന് വിളിക്കേണ്ട കാര്യമില്ല അല്ലെ? സിംഗുലർ ഫോമാണ് നിജു രാജ്. സോ നിജു പറയുന്ന പോലെ അത്രയും മോശമായ അധിക്ഷേപമാണ്. അത് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ കൈമലർത്തി കാണിക്കുക. നിനക്ക് ഫെയിം ഉണ്ടായില്ലേ, നിന്നെ ഒരു പട്ടിക്കും അറിയത്തില്ലായിരുന്നു, ഇപ്പൊ നീ ഭയങ്കര ഫേമസ് ആയി, ഇനി നീ പ്രോഗ്രാം പിടിച്ച് വേണമെങ്കിൽ ഈ കടമൊക്കെ വീട്ടിക്കൊള്ളുന്ന മട്ടാണ് ഷാൻ റഹ്മാൻ എന്നാണ് ഈ നിജു ആരോപിക്കുന്നത്. അതെങ്ങനെ നടക്കും? ഇപ്പോൾ ഈ പറയുന്ന ഷോ ഇത്രയും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് വഹിച്ച ഒരു പങ്കെന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ആ ഇവന്റ് മാനേജ്മെന്റ് അത്രയും ഭംഗിയായിട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഇത്രയധികം ആളുകൾ അവിടെ വരുന്നു, അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഇത്രയും ജനസമ്മതിയോടുകൂടി ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക്. ഒരു കാര്യം കൂടെ പൗർണമി പറയട്ടെ. അതിനിടയ്ക്ക് നിജു ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അവിടെ നടന്ന സകലത്തിനുള്ള പൈസ നിജുവിന്റെ കയ്യിൽ നിന്നാണ് ഷാൻ മേടിച്ചോണ്ടിരുന്നത്. അത് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും വിഷമത്തോടെ വന്ന് പറയുന്നത്. തന്റെ കുടുംബത്തിൽ നിന്ന് അടക്കമുള്ള പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ ഒരൊറ്റ വാക്ക് വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് അദ്ദേഹം ഇല്ലാഞ്ഞിട്ടും തന്റെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ തന്റെ ഭാര്യയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ ആയിരിക്കാം, ഇവരുടെയൊക്കെ സേവിങ്സ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു കടക്കണി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിൽ വർക്ക് ചെയ്യുന്ന അത്രയും ആളുകൾക്ക് അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ വിശ്വസിച്ച്, അല്ലെങ്കിൽ അയാൾ മുൻപന്തിയിൽ നിന്ന് ഓരോ കാര്യം ചെയ്യുന്ന ഈ ആളെ വിശ്വസിച്ചിട്ടായിരിക്കും പിന്നിൽ അത്രയും ആളുകൾ വർക്ക് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന നിജുവിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഷാൻ റഹ്മാൻ ഇങ്ങനെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിജുവിന് അത് ചെയ്യാൻ പറ്റില്ല, തന്റെ കുടുംബത്തെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, തന്റെ കൂടെ സമ്മതിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തോടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകരെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ലീഗലി നീങ്ങി, അതും അങ്ങേയറ്റം ക്ഷമയോടെ പറ്റുന്ന രീതിയിലെല്ലാം സംസാരിച്ചു. നടപടി ഇല്ല, അല്ലെങ്കിൽ നടപടി ഉണ്ടാവില്ല, ഇവര്
നോർമൽ സംസാര രീതിയിൽ നിന്ന് മാറി ഭീഷണിയുടെ രീതിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ലീഗലി പോലും നീങ്ങുന്നത്. അതുവരെയും ഇവരുടെ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വാക്ക് അദ്ദേഹം വിശ്വസിച്ചു. അതാണ് നിജുവിന് പറ്റിയ തെറ്റ്. അല്ലാതെ ഫെയിം അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ 38 ലക്ഷം രൂപ കൊടുക്കണോ? നമ്മുടെ നാട്ടിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ഒരു ഇവന്റ് മാനേജ് കമ്പനി ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിനെ ബൂസ്റ്റ് ചെയ്ത് കുറച്ച് പൈസ കൊടുത്ത് കയറ്റാനാണോ പാട്? അതിന് ഇങ്ങനൊരു ഷോ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, അല്ലേ ശാരിക? അതെ, കാരണം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, നമ്മളറിയാം, നമ്മൾ ഈ കാണുന്ന മിക്ക ഷോസിന്റെയും പിന്നിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികൾ, ഭക്ഷണമില്ലാത്ത രാത്രികൾ, ഭക്ഷണമില്ലാത്ത പകലുകൾ, അത്രയും ശരിയാണ്. അവർ പേയ്മെന്റ് വാങ്ങിക്കും. ഇതെല്ലാം ഷോ കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് കിട്ടത്തുള്ളൂ. അതിനു മുമ്പ് ഇവർ ഈ പൈസ കിട്ടാതെ അഹോരാത്രം പ്രയത്നിക്കുമ്പോഴാണ് ഒരു സ്റ്റേജും കാണികളും ഇൻവിറ്റേഷൻസും അതുപോലുള്ള സ്റ്റേജ് ഡെക്കറേഷൻസ്, ലൈറ്റ് സിസ്റ്റം, മ്യൂസിക്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഞാൻ അറിഞ്ഞിടത്തോളം ഇവർ സകലതും ഏറ്റെടുക്കും. ഈവൻ വെള്ളം പോലും ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ഇന്ന് അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കാര്യം, അത് കല്യാണമായാലും ഒരു മ്യൂസിക് ഷോ ആയാലും ഒരു അവാർഡ് നൈറ്റ് ആയാലും എല്ലാം ഇവന്റ് മാനേജേഴ്സിനെ ഏൽപ്പിക്കുകയാണ്. കാരണം മറ്റാർക്കും അതിന് പുറകെ പോകാൻ സമയമില്ല, കഷ്ടപ്പെടാനും വയ്യ. അപ്പോൾ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് അവർക്ക് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ അവർ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കുക, ഇപ്പോൾ ഷോ നടന്നില്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഷോ ഒരു ഫെയിലിയർ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇതൊന്നും അല്ല. ഷോ നല്ല സക്സസ് ആണ്, ഓൾ ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയി പോയി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പൈസ ഷാൻ റഹ്മാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഷാൻ റഹ്മാൻ്റെ പണി ഇങ്ങനെ പറ്റിച്ച് ആൾക്കാരെ കൊണ്ട് പ്രോഗ്രാം ഇതിന് ചെയ്യിക്കലാണോ ഇയാളുടെ പരിപാടി? അത് ഇവൻ്റ് ഇതിന് മുമ്പും ഇങ്ങനെ ആയിരുന്നു. ഒരു പക്ഷേ നിജു പറയുന്നത്, നിജുവിനൊരു മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പും ഷാൻ റഹ്മാനെ കുറിച്ച് അന്വേഷിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺസേർട്ട് ഹിറ്റായിരുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് അദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നിജു രാജിനെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാം. എന്ത് തന്നെ ആയാലും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഷാൻ റഹ്മാൻ എന്നുള്ളൊരു സംഗീതജ്ഞനിൽ നിന്ന് നമ്മൾ മലയാളികൾ ഒരിക്കലും ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഗായകൻ, സംവിധായകൻ എന്ന് പറഞ്ഞ ദൈവികമായ കഴിവുള്ള ആൾക്കാരാണ്. അവരൊരിക്കലും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ. തീർച്ചയായിട്ടും നിജുവിൻ്റെ ആ ഒരു പരാതി തീർച്ചയായിട്ടും പോലീസ് സ്വീകരിക്കുമെന്നും അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.